ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് പോളയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 6 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. നമുക്ക് ഒരു കടായി വയ്ക്കുക. അതിലേക്ക് 2 മുതൽ 3 സ്പൂൺ വരെ നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യൊക്കെ നന്നായിട്ട് ഉരുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബദാമും മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം, പിസ്ത ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അത് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3-4 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ കുറച്ച് കൂടുതൽ വേണം, എന്നാലാണ് പോളയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ ഒക്കെ ക്യാരറ്റിൽ ഇതേപോലത്തെ റെസിപ്പിയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. അങ്ങനെ ക്യാരറ്റ് കുട്ടികളുടെ വയറ്റിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ റെസിപ്പി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ക്യാരറ്റുമായിട്ട് ചേർന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചരുവിയത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് തന്നെയല്ലേ നമ്മൾ ക്യാരറ്റ് പോളയിൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം ചേർത്തുന്നുള്ളൂ കേട്ടോ. ക്യാരറ്റ് ചേർത്ത് നാളികേരം കൂടിയിട്ട് പോള ഉണ്ടാക്കിയപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും കഴിച്ചു. അങ്ങനെ അതും ആയിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കരുത്, അത് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഏലക്കായ പൊടിച്ചതോ, ഞാനിപ്പോൾ മുഴുവൻ ഏലക്കായാണ് ഇടുന്നത്, 3 ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ബാറ്ററിൽ മധുരം വേണ്ടേ, അപ്പോൾ അതിനേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വരിക കേട്ടോ. എന്നിട്ട് നമ്മളൊരു പഴയൊരു ദോശത്തവ അടിയിൽ വെച്ച് അതിലേക്ക് ഏതിലാണോ നിങ്ങൾ പോള ഉണ്ടാക്കുന്നത് ആ പാൻ വയ്ക്കുക. അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റും കോക്കനട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പഴം കൊണ്ട് ഇതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴം ഇതേമാതിരി നെയ്യിൽ വാട്ടിയിട്ട് ഇതേ സെയിം റെസിപ്പി തന്നെ ഇതുപോലെ തന്നെ പോള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച പാനിലേക്ക് ആ ബാറ്റർ ഒഴിച്ച് റെഡിയാക്കാം. 10-12 ഞാൻ പറഞ്ഞുതരാം, ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ പോള റെഡിയാക്കി കിട്ടും കേട്ടോ. മൂടി വെച്ച് സെറ്റാക്കി എടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ നമ്മളതൊന്ന് തുറന്ന് അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടില്ലേ മുന്തിരിങ്ങയും ബദാമൊക്കെ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളല്ലേ, എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇത് നമുക്ക് ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനതിപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ റെസിപ്പിയല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാവുക. കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് പോള. അങ്ങനെ നമുക്ക് പോള വേറൊരു പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോളയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും.
ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ക്യാരറ്റ് പോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. താങ്ക് യു.